മാർക്കറ്റ് റോഡിലെ റോഡ് നവീകരണം ഇഴയുന്നു. യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. റോഡ് റീടാറിംഗിന് മുന്നോടിയായി ഓടകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതിനായി പല സ്ഥലങ്ങളിലും ഓട പുനർനിർമ്മിക്കുന്നതിനായി മണ്ണെടുത്തിരിക്കുകയാണ്. ചിലയിടത്ത് സ്ലാബുകൾ ഉയർത്തിമാറ്റി റോഡരികിൽ ഇട്ടിരിക്കുന്ന നിലയിലാണ് ഉള്ളത്. ഇതുമൂലം റോഡിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇതിനു പുറമെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഭാഗങ്ങളിൽ പൊടിശല്യവും രൂക്ഷമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ പൊടി നിറയുന്നതായും പരാതിയുണ്ട്. മാർക്കറ്റ് റോഡിലെ ബേക്കറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൊടി കൊണ്ട് നട്ടം തിരിയുകയാണ്. നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ പൊടി കുറയ്ക്കുന്നതിനായി റോഡ് നനയ്ക്കുന്നതിന് തുക അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ആദ്യ ദിവസങ്ങളിൽ മാത്രമാണ് ഈ പ്രവൃത്തി നടന്നിട്ടുള്ളത്. കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൃഷിഭവന് സമീപം ജല അതോറിറ്റി കുഴിയെടുത്ത ഭാഗം വേണ്ടവിധം പുനഃസ്ഥാപിക്കാത്തതിനാൽ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഇതിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ടൗണിലെ ഭൂരിഭാഗം റോഡുകളും അറ്റകുറ്റപ്പണിക്കായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാവുകയാണ്. നിലവിൽ നടക്കാവ് റോഡിന്റെ സൈഡ് കോൺക്രീറ്റിംഗും വൻനിലം ഭാഗത്തെ റോഡ് ഉയർത്തുന്ന ജോലിയുമാണ് നടന്നുവരുന്നത്. ഒരു മാസമായി നമ്മുടെ ഈ ഓട നന്നാക്കാനുമായിട്ട് സ്ലാബെല്ലാം എടുത്തിട്ടാണ്. 2 ആഴ്ച മുമ്പ് കോൺക്രീറ്റിന്റെ പണി തുടങ്ങിയതാണ്. പക്ഷെ അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് കയറാനും കസ്റ്റമേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ് കടയ്ക്കകത്തേക്ക് കയറാൻ. അതുപോലെ തന്നെ നമുക്ക് കച്ചവടത്തിലാണെങ്കിലും അതുപോലെ കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വളരെയധികം പൊടി അടിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എല്ലാ കാര്യത്തിലും കച്ചവടക്കാരെല്ലാത്തിലും സഹകരിക്കുന്നതാണ്. ഇപ്പൊ 1 മാസത്തിന് മേളിലായി നമ്മുടെ കുത്താട്ടിലും മാർക്കറ്റ് റോഡിലുള്ള ഈ ഓടയുടെ നിർമ്മാണം തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഇപ്പൊ ചെയ്ത പണി മുഴുവൻ പൂർത്തീകരിക്കാൻ അടുത്ത സ്ഥലത്തേക്ക് ഒരു പോയേക്കാണത്. എന്ന് നനയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷെ ഇതുവരെ നനച്ചും കണ്ടിട്ടില്ല, പണി പൂർത്തീകരിച്ചിട്ടില്ല. നമ്മള് കടകളിൽ വന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇന്നും പരാതിയാണ് കുറിച്ച്. അപ്പൊ നമ്മളും കസ്റ്റമറോട് അതിന്റെ ഉത്തരം പറഞ്ഞു മടുത്തു. പക്ഷെ PWD അതിന്റെ ഒരു തക്കതായ ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കാനുള്ള ഒരു നടപടി അവിടെ സ്വീകരിക്കേണ്ടതാണ്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.